ഹൈദരാബാദിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഹുസൈൻ സാഗറിന്റെ തീരത്തെ പാതയിലൂടെ നീങ്ങുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമ ഉദ്യാനത്തിൽ ഒരിടത്ത് കാണാം. അതിമനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഉദ്യാനങ്ങളും റൗണ്ട് അബൌട്ടുകളുമെല്ലാം കണ്ടുകൊണ്ടാണ് യാത്ര. ഹുസൈൻ സാഗറിന്റെ തീരമാകെ സുന്ദരമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഉദ്യാന നഗരമായി ഹൈദരാബാദ് വിശേഷിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. NT രാമറാവു മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തടാകതീരം ഈ വിധത്തിൽ മനോഹരമാക്കുന്ന പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടിയത്. തെലുങ്കു സംസ്കാരത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച 33 പേരുടെ പ്രതിമകൾ ഹുസൈൻ സാഗറിന് ചുറ്റും സ്ഥാപിച്ചത് രാമറാവുവിന്റെ കാലത്താണ്. ചില ഭാഗത്തെത്തുമ്പോൾ ഹുസൈൻ സാഗറിന്റെ വിസ്തൃതി കണ്ടറിയാം. മനുഷ്യനിർമ്മിതമായ തടാകം, അതിന്റെ ഓരത്ത് ആളുകൾക്ക് നടക്കാനുള്ള വാക്ക് വേകൾ, വിശ്രമത്തിന് ഉദ്യാനങ്ങൾ, ലഘുഭക്ഷണശാലകൾ തുടങ്ങിയവയൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു. കടൽ തീരമില്ലാത്തതിന്റെ കുറവ് ഹൈദരാബാദ് നഗരം പരിഹരിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നും. തടാകത്തിനു ചുറ്റുമായുള്ള ഈ പാത നെക്ലേസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. നഗരത്തിലെ പ്രശസ്തമായ ലുംബിനി പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ടി അഞ്ജയ്യ ലുംബിനി പാർക്ക്. ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ടി അഞ്ജയ്യ. പാർക്കിന് മുൻപിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ബലൂണുകളും പൂക്കളുമെല്ലാം ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ നടക്കുന്ന കച്ചവടക്കാർ. ധാരാളം സന്ദർശകർ എത്തുന്ന പാർക്കാണ്. അവധി ദിവസങ്ങളിൽ ജനം വന്നു നിറയുന്ന പ്രദേശം. പാർക്കിന്റെ വാതിൽക്കൽ കച്ചവടക്കാരുടെ തിരക്കാണ്. നമ്മൾ കേരളത്തിൽ കാണാത്ത ചില വിഭവങ്ങളൊക്കെയുണ്ട്. പിന്നെ കനലിൽ ചുട്ടെടുക്കുന്ന മക്കച്ചോളം, പാനിപ്പൂരി കച്ചവടക്കാർ, നിലക്കടല വറുത്തു വിൽക്കുന്നവർ. പാർക്കിലെ സംവിധാനങ്ങളുടെ ചൂണ്ടുപലക ഇവിടെയുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞാൻ പാർക്കിനകത്തേക്ക് കയറി. 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ബോട്ടിംഗ്, സ്പീഡ് ബോട്ടിംഗ്, ലേസർ ഷോ തുടങ്ങിയ പരിപാടികൾക്ക് വേറെ ടിക്കറ്റ് എടുക്കുകയും വേണം. ഒരു ഭാഗം സ്കൈ റൈഡുകളും സ്ലൈഡുകളുമൊക്കെയുള്ള അമ്യൂസ്മെന്റ് സെന്ററായി സജ്ജീകരിച്ചിരിക്കുന്നു. 7.5 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പാർക്കാണ് ലുംബിനി. 1994 ഇതിന്റെ ഉദ്ഘാടനം. രസകരമായ ചില റൈഡുകൾ ഇവിടെ കാണാം. ജീവിതത്തിൽ ഒരിക്കലും കാർ ഓടിച്ചിട്ടില്ലാത്തവർ സുരക്ഷാബോധത്തോടെ അഭിമാനത്തോടെ കാറുകൾ ഓടിക്കുന്നു. പാർക്കിലൂടെ ഞാനൊന്ന് ചുറ്റി നടന്നു. ഒരു സാധാരണ പാർക്ക് തന്നെ. പക്ഷേ ജനബാഹുല്യത്താലും അന്തരീക്ഷ മലിനീകരണത്താലും വീർപ്പുമുട്ടുന്ന ഹൈദരാബാദിന് ഒരു ആശ്വാസം തന്നെയാണ് ഈ പാർക്ക്. 1994 2.25 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാർക്ക് നിർമ്മിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാലം മുതൽ ഹൈദരാബാദിലെ വലിയൊരു ടൂറിസ്റ്റ് സങ്കേതമാണ് ഇവിടം. 2007 ലുംബിനി പാർക്ക് ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. 2007 ഓഗസ്റ്റ് 25 ഹൈദരാബാദ് ബോംബ് സ്ഫോടനങ്ങളിൽ ഒരു വേദിയായിരുന്നു ഈ പാർക്ക്. ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന സംഘടന ആസൂത്രണം ചെയ്ത ബോംബിങ്ങിൽ അന്ന് നഗരത്തിൽ 42 പേരാണ് മരിച്ചത്. തടാകതീരം അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. അത് വൃത്തിയായി പരിപാലിക്കുന്നുമുണ്ട്. തടാകത്തിൽ ബോട്ടുകൾ പുറപ്പെടുന്ന ഭാഗത്തേക്കുള്ള വഴിയാണിത്. ഇന്ത്യൻ നഗരങ്ങളിലെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്തിന്റെ പരിമിതി എത്രയുണ്ടെന്ന് ഇത്തരം സ്ഥലങ്ങളിൽ വന്നു നിറയുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്ന് വ്യക്തമാവുന്നു. യൂറോപ്പിലെ പൊതുചത്തുരങ്ങളിൽ കാണുന്ന വിധം തത്സമയം രേഖാചിത്രം വരച്ചു കൊടുക്കുന്ന കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കു തന്നെ. ഇതാണ് ബോട്ട് ജെട്ടി. പലതരം ബോട്ടുകളുണ്ട്. നിരവധി പേർക്ക് യാത്ര ചെയ്യാവുന്ന വലിയ ബോട്ടുകളും 2-4 പേർക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ടുകളും വാട്ടർ സ്കൂട്ടറുകളുമൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഇവിടെയും വലിയ ജനക്കൂട്ടമുണ്ട്. ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണം. ബോട്ടിൽ കയറാൻ ടിക്കറ്റുമായും കുറേ നേരം ക്യൂ നിൽക്കണം. ബോട്ട് ജെട്ടിയുള്ള ഭാഗത്തെ ഉദ്യാനത്തിലൂടെ ഞാനൊന്ന് ചുറ്റി നടന്നു. തടാകത്തിലൂടെ ഒന്ന് കറങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഹുസൈൻ സാഗറിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും ജലത്തിന്റെ നിറവുമൊക്കെ ആ ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു. എങ്കിലും ബോട്ടിൽ തടാകത്തിലൂടെ സഞ്ചരിച്ച് ചിത്രീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന ചിന്തയിൽ ഒരു സ്പീഡ് ബോട്ടിൽ കയറാൻ ഉറച്ചു. ലൈഫ് ജാക്കറ്റ് അണിഞ്ഞു വേണം സ്പീഡ് ബോട്ടിൽ കയറാനെന്നാണ് നിർദ്ദേശം.
ഏതായാലും 50 രൂപയുടെ ടിക്കറ്റിൽ ഒരു സ്പീഡ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഡ്രൈവർ ബോട്ട് പറത്തിവിടുന്നു. അതിനാൽ ഒരു ഷോട്ട് പോലും ശരിക്കും പകർത്താനാവുന്നില്ല. ഇതാണ് തടാകമധ്യത്തിലെ ബുദ്ധപ്രതിമ. സൂര്യൻ പിന്നിലാണെന്നതിനാൽ പ്രതിമയുടെ മുഖം കാണാനാവുന്നില്ല. ഒട്ടും സൗന്ദര്യമില്ലാത്ത ഒരു ഒറ്റക്കൽ പ്രതിമയാണിത്. സ്പീഡ് ബോട്ടിന് പ്രതിമയുടെ അടുത്തേക്ക് അടുക്കാനാവില്ല. തടാകത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങാനേ സ്പീഡ് ബോട്ടിന് അനുവാദമുള്ളൂ അത്രേ. അക്കാര്യമൊക്കെ ബോട്ടിൽ കയറിക്കഴിഞ്ഞ ശേഷമാണ് ഈ വിദ്വാൻ പറയുന്നത്. അങ്ങനെ തടാകത്തിൽ ഒന്ന് കറങ്ങി തിരികെ കയറി. നഗരത്തിന്റെ അഴുക്കുചാലുകൾ തള്ളുന്ന മാലിന്യത്താൽ ദുഷിച്ചു കിടക്കുകയാണ് ഹുസൈൻ സാഗർ. തടാകജലം മലിനമാണെങ്കിലും അതിന്റെ തീരം ശുദ്ധവും സുന്ദരവുമാണ്. 2007 ഭീകരാക്രമണത്തെ തുടർന്ന് ലുംബിനി പാർക്ക് ആഴ്ചകളോളം അടച്ചിട്ടിരുന്നു. ഇപ്പോൾ പാർക്കിന്റെ പല ഭാഗത്തും നിരീക്ഷണ ക്യാമറകളും മെറ്റൽ ഡിറ്റക്ടറുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസിന്റെ കർശന നിരീക്ഷണവും ഇവിടെയുണ്ട്. പാർക്കിൽ നിന്നിറങ്ങി പഴയ നഗരഭാഗത്തേക്കാണ് പോകുന്നത്. ചാർമിനാറിന്റെ പരിസരത്തെ തെരുവുകൾ രാത്രിയിലാണ് ഏറ്റവും സജീവമാകുന്നത്. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പത്തർഘട്ടി എന്നറിയപ്പെടുന്ന തെരുവിലൂടെയാണ് ഈ യാത്ര. പാതയുടെ ഇരുഭാഗത്തെയും കെട്ടിടങ്ങൾ കാണുക. കല്ലുകൊണ്ട് പണിതവയാണ് എല്ലാം. ചുടുകട്ട കെട്ടി പ്ലാസ്റ്റർ ചെയ്തതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലിൽ പടുത്ത കെട്ടിടങ്ങളാണ്. ലെബനോനിൽ ബെയ്റൂട്ടിലെ ഒരു നഗരഭാഗം സഞ്ചാരത്തിലൂടെ ഞാൻ കാണിച്ചത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. പഴയ കെട്ടിടങ്ങൾ തെല്ലും മാറ്റം വരാതെ നിലനിർത്തുകയും വാഹനഗതാഗതം നിരോധിച്ച് ക്ലാസിക് ചാരുതയോടെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു നഗരഭാഗം. ഹൈദരാബാദിന്റെ ഈ പൗരാണിക തെരുവിനെ ആ വിധത്തിൽ മാറ്റുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. മോട്ടോർ വാഹനങ്ങളും ഉന്തുവണ്ടികളുമെല്ലാം മാറ്റി ടൈൽ പാകി മനോഹരമാക്കുന്ന വഴികൾ. ബോർഡുകളും ബാനറുകളും ഏച്ചുകെട്ടലുകളുമെല്ലാം അഴിച്ചുകളഞ്ഞ് പഴയകാലത്തിലെ നിറത്തിലും ഭാവത്തിലും നിലനിർത്തുന്ന കെട്ടിടങ്ങൾ. സ്വർണ്ണവർണ്ണത്തിലെഴുതിയ ഓരോ ചെറിയ ബോർഡ് മാത്രമേ ഈ കടകൾക്കെല്ലാം വേണ്ടൂ. അങ്ങനെ വൃത്തിയും ഭംഗിയും ചരിത്ര ഗരിമയുമുള്ള ഒരു സാംസ്കാരിക പ്രദേശമായി ഇതിനെ മാറ്റിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സന്ദർശകരുടെ എണ്ണം കൂടും. ഇതിലേറെ കച്ചവടം അപ്പോഴായിരിക്കും ഇവിടെ നടക്കുക. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഷെഹ്റാൻ മാർക്കറ്റാണ് ഇത്. ചാർമിനാറിനും ലാദ് ബസാറിനും ഇടയിലെ പ്രധാന മാർക്കറ്റ് ഭാഗമാണ് ഷെഹ്റാൻ. ബുർക്കയുടെ വിപണനത്തിൽ പ്രശസ്തമാണ് ഷെഹ്റാൻ മാർക്കറ്റ്. മനോഹരമായ ഒരു പൈതൃക തെരുവിനെ നാം എത്രത്തോളം വൃത്തികേടാക്കിയിരിക്കുന്നു എന്നാണ് ഈ കാഴ്ചകളിലൂടെ നീങ്ങുമ്പോൾ എൻ്റെ ചിന്ത. വൃത്തികേടും ദാരിദ്ര്യവുമാണ് മൂല്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പ്രശ്നമാണിത്. ആ മനോഭാവത്തിൽ നിന്നും ഭാരതീയൻ പുറത്തു കിടക്കേണ്ട നേരം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഈ കാഴ്ചകളെല്ലാം നമ്മോട് പറയുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ സജീവമായിരുന്ന തെരുവാണിത്. അക്കാലത്ത് മുത്തിന്റെ വ്യാപാരത്തിനായിരുന്നു ഇവിടം പ്രശസ്തം. കൂടുതൽ വ്യാപാരികൾ എത്തുകയും മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്തപ്പോൾ കുത്തബ് ഷാഹി സുൽത്താൻമാരാണ് പാതയുടെ ഇരുഭാഗത്തും വലിയ കെട്ടിടങ്ങൾ പണിത് ആദ്യമായി ഈ മാർക്കറ്റുകളെ ഈ വിധം വിപുലമാക്കിയത്. ചാർമിനാറിന്റെ കവാടം എന്നുകൂടി പേരുള്ള ചാർ കമാന്റെ ചുവട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചാർമിനാറിന്റെ നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഈ കവാടം 1592 പൂർത്തിയായതെന്നാണ് ചരിത്രം. കവാടം കടന്ന് എന്നെ ചാർമിനാറിനടുത്തിറക്കി മറ്റെങ്ങോ ഉള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് ബാബ കാറുമായി പോയി. ചാർമിനാറിന് സമീപത്തെ ചന്തകളിലൂടെ ഞാൻ നടപ്പു തുടങ്ങി. ഹൈദരാബാദിന്റെ യഥാർത്ഥ ജീവിതം കാണണമെങ്കിൽ ഈ തെരുവിലൂടെ സന്ധ്യയ്ക്ക് ഇങ്ങനെയൊന്നും നടക്കണം. പഴങ്ങളും പച്ചക്കറികളുമെല്ലാം വിൽക്കുന്ന നിരവധി ഉന്തുവണ്ടിക്കടകൾ. റംസാൻ പ്രമാണിച്ചാവാം പല കെട്ടിടങ്ങളും അലങ്കരിക്കുന്നുണ്ട്. നഗരത്തിൽ ഒരു ഭാഗത്ത് ലുംബിനി പാർക്കിൽ ഒരാഘോഷം നടക്കുമ്പോൾ ഇവിടെ തെരുവിൽ മറ്റൊരാഘോഷം നടക്കുകയാണെന്ന് തോന്നും. ലാദ് ബസാറിൽ വളകൾക്ക് പ്രശസ്തമായ സ്ട്രീറ്റാണിത്. ഇങ്ങനെ വള വിൽക്കുന്ന ഒരു മാർക്കറ്റ് ലോകത്ത് മറ്റൊന്നുണ്ടാവില്ല. ഉന്തുവണ്ടികളിൽ മാത്രമല്ല
പാതയുടെ ഇരുഭാഗത്തെയും കെട്ടിടങ്ങളിലെല്ലാം വളക്കടകൾ തന്നെയാണുള്ളത്. 3 നൂറ്റാണ്ട് മുൻപ് മുതൽ തന്നെ ഹൈദരാബാദിന്റെ വള മാർക്കറ്റ് പ്രസിദ്ധമായിരുന്നു. നഗരത്തിലെ പണിശാലകളിൽ നിർമ്മിക്കപ്പെടുന്നവയാണ് ഇവയിൽ അധികവും. ചില്ലറ വ്യാപാരം മാത്രമല്ല, വൻതോതിൽ വളകൾ ഇവിടെ നിന്നും മറ്റു നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. മുംബൈയിലും മറ്റും സമ്പന്ന ഗൃഹങ്ങളിൽ വിവാഹത്തിന് വധുവിനണിയാൻ വില കൂടിയ ഹൈദരാബാദി വള ഇവിടെ നിന്നും കൊണ്ടുപോകാറുണ്ട്. തെരുവിൽ എവിടെ നോക്കിയാലും വളക്കച്ചവടക്കാരാണ്. വള വാങ്ങാൻ എത്തുന്നവർക്ക് ഐസ്ക്രീമും കടലയുമൊക്കെ വിറ്റ് പുലരുന്നവരെയും ഈ തെരുവിൽ കാണാം. വള മാത്രമല്ല, ലേസും കിന്നരിയും പിടിപ്പിച്ച തുണികളുടെ കടകളുമുണ്ട്. ഇത്തരം വസ്ത്രത്തിനോടാണ് ആന്ധ്രയിലെ സ്ത്രീകൾക്ക് കമ്പം. തെരുവിന്റെ മൂലകളിൽ കടലക്കച്ചവടം. ഈ ഒരു അനുഭവം ഇന്ത്യയിലല്ലാതെ മറ്റൊരു നാട്ടിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനത്തിരക്ക്, ശബ്ദകോലാഹലം, പൊടി എന്നിവയൊക്കെ ഈ തെരുവിൽ ഒന്നുചേരുന്നു. ഈ തിരക്കും നിറവുമൊക്കെ ചൈനയിലും ഹോങ്കോങ്ങിലും മറ്റും കണ്ടേക്കാം. പക്ഷേ ഇന്ത്യയുടേതായ ശബ്ദവും ഗന്ധവുമാണ് ഇവിടെ. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിന്റെ മുന്നിൽ കാത്തുനിൽക്കാമെന്നാണ് ബാബയോട് പറഞ്ഞിരുന്നത്. ഏറെ കാത്തുനിൽക്കേണ്ടി വന്നില്ല. കാറുമായി ബാബ എത്തി. ഞാൻ കാറിലേക്ക് കയറി. രാവിന് കനം കൂടുന്നു. ആകെ പരിക്ഷീണനായാണ് ഹോട്ടലിൽ ചെന്ന് കയറിയത്. പകൽ മുഴുവനും ഹൈദരാബാദിന്റെ പൊടിയിലൂടെയും ചൂടിലൂടെയും സഞ്ചരിച്ച് മുറിയിലേക്കെത്തുമ്പോഴുള്ള ആശ്വാസം പറഞ്ഞറിയിക്കാനാവില്ല. നാളെ രാവിലെ മുതൽ തുടങ്ങാനുള്ള ചിത്രീകരണ യാത്രയ്ക്ക് ഊർജം സംഭരിക്കുന്നതിനായി ഇന്നിനി വിശ്രമം. അടുത്ത പ്രഭാതം. രാവിലെ തന്നെ ബാബ എത്തി. ഇന്ന് ആദ്യം നഗരം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. നേരം 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തെരുവിലെങ്ങും വലിയ തിരക്കില്ല. നഗരത്തിന് മേൽ ചെറിയൊരു മൂടൽമഞ്ഞ്. ജനബാഹുല്യവും വാഹനബാഹുല്യവും ഇല്ലാത്ത ഹൈദരാബാദ് നഗരത്തിന്റെ ഒരു കാഴ്ച രസകരമാണ്. ചരിത്രമുറങ്ങുന്ന നഗരം. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും 1 വർഷക്കാലം സ്വതന്ത്ര രാജ്യമായി നിലകൊണ്ട നാടാണ് ഹൈദരാബാദ്. 7 നിസാമുമാരുടെ ഭരണത്തിന് കീഴിൽ സാമ്പത്തികവും സാംസ്കാരികവുമായി വൻ വളർച്ച നേടിയിരുന്ന രാജ്യം. ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഏറ്റവും വലിയ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു ഹൈദരാബാദ്. സ്വന്തമായി കറൻസിയും പോലീസും പട്ടാളവും ജുഡീഷ്യറിയും പോസ്റ്റിലും റെയിൽവേയും എല്ലാം ഉണ്ടായിരുന്ന രാജ്യം. ഹൈദരാബാദ് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന നിർദ്ദേശത്തെ അന്നത്തെ നിസാം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സ്വതന്ത്രമായി നിൽക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാനുള്ള അനുമതിയോ ആണ് അന്ന് നിസാം ആവശ്യപ്പെട്ടത്. അത് തള്ളിക്കളഞ്ഞ ഇന്ത്യ ഉപരോധവും ചെറിയ ബലപ്രയോഗവുമൊക്കെ നടത്തിയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന ഉടമ്പടി നിസാമിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചത്. ഇവിടെ പാതയ്ക്ക് മുകളിലൂടെ ഒരു മേൽപ്പാലം കാണാം. ഹൈദരാബാദ് മെട്രോ റെയിലിന്റെ പാളമാണ് അതിനു മുകളിൽ. ഇവിടുത്തെ മെട്രോ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായി 97 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോയാണ് ഹൈദരാബാദിൽ പണി പൂർത്തിയാവുന്നത്. 2015 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഹൈദരാബാദ് മെട്രോ റെയിൽ എന്ന കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് 66 സ്റ്റേഷനുകളുണ്ട്. കൊച്ചി മെട്രോ പൂർത്തിയാവുമ്പോഴും ഈ വിധം റോഡിൽ ഡിവൈഡറിന് നടുവിലൂടെ ഉയർന്നു നിൽക്കുന്ന തൂണുകളിലാവും അതുണ്ടാവുക. 17,000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഹൈദരാബാദ് മെട്രോ റെയിൽ യാഥാർത്ഥ്യമാവുന്നത്. ഈ ഭാഗത്ത് മുകളിൽ മെട്രോ ട്രെയിനിന്റെ ഒരു സ്റ്റേഷനാണ്. പാളങ്ങൾക്ക് പുറമെ പ്ലാറ്റ്ഫോമിനും കാത്തിരിപ്പ് സ്ഥലത്തിനുമെല്ലാമുള്ള സംവിധാനങ്ങൾ ഇത്തരം വീതി കൂടിയ ഭാഗത്തുണ്ടാവും. പൊതു സ്വകാര്യ സംയുക്ത സംരംഭമായ ഈ പദ്ധതി ഇത്തരത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയതാണ്. 2012 ഏപ്രിൽ 26-നായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭൂമിപൂജ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിദ്രുതമാണ് മെട്രോ റെയിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. നഗരം പിന്നിലായിക്കഴിഞ്ഞു. തെലങ്കാനയുടെ ഗ്രാമീണ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തരിശുനിലങ്ങളും കൃഷിയിടങ്ങളും എല്ലാമുള്ള പ്രദേശങ്ങൾ. പോച്ചംപള്ളി എന്ന ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. മലയാളി സ്ത്രീകളിൽ കുറച്ചുപേർക്കെങ്കിലും സുപരിചിതമായിരിക്കും പോച്ചംപള്ളി എന്ന നാമം. പോച്ചംപള്ളി സാരി പ്രസിദ്ധമാണെന്നതു തന്നെ കാരണം. ഹൈദരാബാദിൽ നിന്നും 41 കിലോമീറ്റർ ദൂരമുണ്ട് ഭൂതാൻ പോച്ചംപള്ളി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലേക്ക്.
തെലങ്കാനയിലെ നാൽഗോണ്ട ജില്ലയിലാണത്. പട്ടുസാരി നിർമ്മാണത്തിൽ കാഞ്ചീപുരവും ബനാറസും പോലെ തന്നെ പ്രശസ്തമാണ് പോച്ചംപള്ളി. ഇന്ത്യയുടെ സിൽക്ക് സിറ്റി എന്നാണ് ആ പ്രദേശത്തിന്റെ വിശേഷണം. തരിശുഭൂമികളൊക്കെ പിന്നിട്ട് നീങ്ങുമ്പോൾ ചിലയിടത്ത് ഇങ്ങനെ ചെറിയ നെൽവയലുകളും വൈക്കോൽ തുറുവെച്ച കണ്ടങ്ങളും കാണാം. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ കാറൊന്ന് നിർത്താൻ ഞാൻ ബാബയോട് പറഞ്ഞു. ഗ്രാമം ഒന്ന് നടന്ന് കാണണം. ഹൈദരാബാദ് എന്ന ഹൈടെക് സിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത കാഴ്ചകൾ. കൃഷിയിടത്തിന്റെ ഹരിതാഭ. അടുത്ത ദിനങ്ങളിൽ ഞാറുനട്ട പാടത്തിനരികിൽ കുറേയേറെ എരുമകളുണ്ട്. കാട്ടുകല്ല് അടുക്കി വെച്ചുണ്ടാക്കിയ ഒരു മതിൽക്കെട്ട്. അതിനുള്ളിൽ പലയിടത്തായി എരുമകൾ. ഉടമസ്ഥനെയൊന്നും കാണുന്നില്ല. ചെറിയ ചില കുടിലുകൾ കാണാം. അതൊന്നും വീടല്ല, എരുമകളുടെ തൊഴുത്താണ്. 50ഓളം എരുമകളും ഏതാനും പശുക്കളുമുണ്ട് ഇവിടെ. എവിടെയെങ്കിലും ഒരു വീട് കാണാമെന്ന പ്രതീക്ഷയിലാണ് എൻ്റെ നടത്തം. പക്ഷേ നാൽക്കാലികളെ മാത്രമേ കാണുന്നുള്ളൂ. വിഷണ്ണനായി ഞാൻ നിൽക്കെ 1-2 പേർ എവിടെ നിന്നോ വന്നു ചേർന്നു. ഇദ്ദേഹത്തിൻ്റെതാണ് ഈ എരുമ ഫാം. രാജു എന്നാണ് ആളുടെ പേര്. ഇതുകൂടാതെ മറ്റു 2 ഇടങ്ങളിൽ കൂടി എരുമത്തൊഴുത്തുണ്ട് രാജുവിന്. പാൽ വിൽപ്പന തന്നെ പ്രധാന ഉപജീവന മാർഗം. തന്റെ തൊഴുത്തിൽ ക്യാമറയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ട് വയലിൽ നിന്ന് കയറി വന്നതാണ് രാജു. ഞാൻ മലയാളിയാണെന്നറിഞ്ഞപ്പോൾ രാജു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇവിടെ അടുത്തുതന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. മലയാളികളായ പൂജാരിമാരാണ് അവിടെയുള്ളത്. അങ്ങനെ രാജു പറഞ്ഞ ക്ഷേത്രം കാണാനാണ് ഇപ്പോൾ യാത്ര. തെലങ്കാനയുടെ ഗ്രാമീണ ഭൂപ്രകൃതി ഇങ്ങനെയാണ്. കരിമ്പുകൾ വളരുന്ന കാർഷിക ഗ്രാമങ്ങൾ. ഇവിടെ ഇതാ കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. ആന്ധ്രയിലെ ക്ഷേത്ര നിർമ്മാണ രീതികളുമായി ഒരു ബന്ധവുമില്ല. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. മുന്നിൽ പടിപ്പുര. അതിൻ്റെ മുറ്റത്ത് വർണ്ണപ്പൊടികൾ കൊണ്ട് കോലം വരച്ചിരിക്കുന്നു. RV തമ്പാൻ മെമ്മോറിയൽ ഹാൾ എന്നൊരു കെട്ടിടം ഒരു ഭാഗത്ത്. കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമെല്ലാം. ശബരിമല ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഭൂതാൻ പോച്ചംപള്ളിയുടെ പ്രാന്തത്തിലുള്ള ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഇവിടെ ഒരു മല ഇല്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പോച്ചംപള്ളി ശ്രീ അയ്യപ്പ ഭക്തസമാജമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നതും. മലയാളികളാണ് ഇവിടുത്തെ പൂജാരിമാർ. 32 അടി ഉയരമുള്ള സ്വർണ്ണ കൊടിമരം ക്ഷേത്രമുറ്റത്ത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരരാണ് ഈ ധ്വജസ്തംഭത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. മണ്ഡലകാലത്ത് ശബരിമലയിൽ പൂജകൾ നടക്കുന്ന സമയത്ത് അതേ ക്രമമനുസരിച്ചാണ് ഇവിടെയും പൂജകൾ നടക്കുന്നത്. മറ്റു നാളുകളിൽ നിത്യപൂജകളും നടക്കുന്നു. ഹൈദരാബാദ് നഗരത്തിൽ നിന്നുൾപ്പെടെ ധാരാളം മലയാളികൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു. ഇന്നത്തെ എന്തോ ചടങ്ങിനുള്ള ഒരു രഥം ഇവിടെ തയ്യാറാവുന്നുണ്ട്. കറുപ്പുടുത്ത് അയ്യപ്പമുദ്ര ധരിച്ച ഭക്തർ രഥത്തിൽ നിലവിളക്കും പൂമാലയുമൊക്കെ ചാർത്തുകയാണ്. പോച്ചംപള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി. മലയാളിയെയും അവർ ആരാധിക്കുന്ന ദേവകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ഇന്ത്യയുടെ വിദൂരമായ ഗ്രാമങ്ങളിൽ പോലും കാണാൻ ആവുന്നതിൻ്റെ കൗതുകമോർത്തുകൊണ്ടാണ് യാത്ര തുടരുന്നത്. ഹൈദരാബാദിൽ നിന്നും എത്രയോ അകലെ ഒരു ഉൾഗ്രാമത്തിൽ പോലും കേരളീയമായ ഒരു ക്ഷേത്രം കാണുന്നു. തീർത്തും മൗനിയാണ് എൻ്റെ ഡ്രൈവർ ബാബ. ക്യാമറയിലേക്ക് നോക്കാനുള്ള നാണം കൊണ്ടാണ് ഗൗരവം ഭാവിച്ചുള്ള ഈ ഇരുത്തം. ഒടുവിൽ കാർ പോച്ചംപള്ളി ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. പോച്ചംപള്ളി ഇന്നൊരു ഗ്രാമമല്ലെന്ന് പറയാം. ഇതൊരു പട്ടണം തന്നെയായി കഴിഞ്ഞു. നെയ്ത്തിലൂടെ കൈവന്ന വളർച്ചയാണിത്. ഇവിടെ ജീവിക്കുന്നവരിൽ 75% നെയ്ത്തും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ്. നെയ്ത്ത്, നിറമുക്കൽ, നെയ്ത്തുകാരുടെ സഹകരണ സംഘം, പോച്ചംപള്ളി സാരിയുടെ മാർക്കറ്റിംഗ് എന്നിങ്ങനെ പോകുന്നു ഇവിടുത്തുകാരുടെ തൊഴിൽ മേഖലകൾ. പണ്ട് നിരക്ഷരരുടെ ഗ്രാമമായിരുന്നു പോച്ചംപള്ളി. ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ടുണ്ട്. പുതിയ തലമുറ വിദ്യാലയങ്ങളിൽ പോകുന്നു. പോച്ചംപള്ളി സാരി പ്രശസ്തമായതോടെ തരക്കേടില്ലാത്ത വരുമാനം ഇന്നിവിടുത്തെ ഓരോ കുടുംബത്തിനുമുണ്ട്. പക്ഷേ നെയ്ത്തിന്റെ പ്രശസ്തി മാത്രമല്ല പോച്ചംപള്ളിയെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ത്യാ ചരിത്രത്തിലെ ഒരു മഹാസംഭവത്തിന്റെ സാക്ഷി കൂടിയാണ് ഈ ഗ്രാമം. ആ ചരിത്രത്തിലേക്ക് കൂടിയാണ് എൻ്റെ സഞ്ചാരം.